കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ വിദ്യാർത്ഥികളോടും രാഷ്ട്രീയ അനുഭവ പരിചയമുള്ളവരോടും നിങ്ങൾ ചോദിച്ചു നോക്കുക. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ, ഏറ്റവും പ്രമുഖനായ, ഏറ്റവും ശക്തനായ പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്ന് അത് സാക്ഷാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ എതിരെ നിൽക്കുന്ന ആരാ? നേരെ എതിരാളി ഇപ്പോൾ കാണുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് വി ഡി സതീശനാണ്. ഒന്ന് യു ഡി എഫിൽ, ഒന്ന് എൽ ഡി എഫിൽ. ബി ജെ പി ഒക്കെ തൽക്കാലം കേരളത്തിൽ നമുക്ക് മാറ്റി നിർത്താം. ഇനി രണ്ടുപേരുടെ നിലപാടുകൾ നമുക്ക് പരിശോധിക്കാം. 2013 സർസംഘ് ചാലകായിരുന്ന RSSൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന ഗുരുജിയുടെ മുമ്പിൽ താണുവീണ് വണങ്ങി, ഭാരതാംബയുടെ പടത്തിന് മുമ്പിൽ താണുവീണ് വണങ്ങി നിലവിളക്ക് കൊളുത്തി അവരെ പരിപാടിയിൽ പങ്കെടുത്ത ആളുടെ പേരാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ RSSൻ്റെ വോട്ടിന് വേണ്ടി RSSൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായി നിരവധി തവണ ചർച്ച നടത്തിയെന്ന് RSS നേതാവ് RV ബാബു പറഞ്ഞിട്ടുണ്ട്. BJP നേതാവായ വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. വി മുരളീധരൻ ചോദിച്ചിട്ടുണ്ട്, എപ്പം മുതലാണ് സതീശന് RSSനോട് ഐക്യം തുടങ്ങിയത്? അങ്ങനെ സംഘപരിവാറുമായി രഹസ്യബാന്ധവം സ്ഥാപിച്ച് പറവൂരിൽ വിജയിച്ചു പോകുന്ന സതീശനാണ് കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് നടത്തിയ ആ മഹാസമ്മേളനത്തിൻ്റെ അവസാന ദിവസത്തിൽ വന്ന് പിണറായി വിജയനെ സ്റ്റേജിലെടുത്തിക്കൊണ്ട് പിണറായിക്ക് നേരെ കൂരമ്പ് തൊടുത്തുകൊണ്ട് നമ്മൾ നിലപാടുള്ളവരായിരിക്കണം, 10 വോട്ടിന് വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുകൂടരുത്, നമ്മുടെ കാറിൽ നമുക്ക് ആരെ വേണമെങ്കിലും കയറ്റാൻ നാൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം, മാത്രമല്ല 10 വോട്ട് അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് കിട്ടിയില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം, ഭരണം കിട്ടുന്നില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. ഇതൊക്കെ പറയുന്നവരാ RSSന് മുമ്പിൽ കീഴടങ്ങി അവരുടെ ഗുരുജിയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചവൻ. മാത്രമല്ല മതരാഷ്ട്രവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമി, തീവ്രവാദ ചിന്താഗതികളുമായി പോകുന്ന SDPI, ഇവരുടെയൊക്കെ പ്രമുഖ നേതാവാണ് സതീശൻ. ഇവരൊക്കെ UDFനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരൊക്കെ അഹോരാത്രം എല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രവർത്തിക്കുന്ന ഇനിയുള്ള കാലവും അവർക്ക് അവിടെയാണ് സ്ഥാനം. എന്നാൽ ഇവർ മതരാഷ്ട്രവാദികളാണെന്നോ ഭീകരവാദികളാണെന്നോ തീവ്രവാദികളാണെന്നോ എന്ന് പറയാനുള്ള തൻ്റെയോ ആണവത്വവും നെഞ്ചുറപ്പും ആർക്കില്ല? വി ഡി സതീശനില്ല. പിണറായി നോക്കുക, ഇന്ന് വരെ ഒരു RSSകാരൻ്റെയോ RSS നേതാവിൻ്റെയോ ശാഖയിലും പോയിട്ടില്ല, വീട്ടിലും പോയിട്ടില്ല, ഒരുത്തൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ കുനിഞ്ഞു നിന്നിട്ടില്ല, മുട്ടിലെറിഞ്ഞിട്ടില്ല, വിളക്കും കത്തിച്ചിട്ടില്ല പിണറായി. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയും SDPIയും സംഘപരിവാറൊക്കെ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇതൊക്കെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അവരെ ചെറുക്കണമെന്നും അവരുടെ വോട്ട് വേണ്ടെന്ന് പരസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇടതുപക്ഷം പറയും 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഒരൊറ്റ വർഗീയവാദിയുടെ വോട്ടും വേണ്ട, അത് ന്യൂനപക്ഷത്തിൻ്റെതായാലും ശരി ഭൂരിപക്ഷത്തിൻ്റെതായാലും ശരി. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ് എന്നും സ്ഥിരമായി പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വന്നാലും ഇടതുപക്ഷത്തിന് ഒറ്റ നയമേ ഉള്ളൂ. ആ നയം തീവ്രവാദികളുടെ, വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കുക. വി ഡി സതീശനും പിണറായി വിജയനും തമ്മിലുള്ള തുലനം നമ്മൾ നടത്തുമ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. നിലപാടുകളുടെ രാജകുമാരൻ ആരാണെന്ന് നമ്മളിവിടെ തിരിച്ചറിയുക. വായി തുറന്ന ദിവസം 10 നേരം നുണ പറയുന്ന ആളാണ് വി ഡി സതീശൻ. അത് വയനാട് ഫണ്ടിൻ്റെ കാര്യത്തിലായാലും വയനാട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും വർഗീയവാദികളുടെ ബന്ധത്തിലായാലും എന്ത് കാര്യത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയധികം പച്ചനുണ പറയാൻ പറ്റുന്നത്? ഇയാളെ പോലൊരു വ്യക്തി നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അബദ്ധവശാലായാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ വ്യാജം പറയാമോ? ഇങ്ങനെ നുണ പറയാമോ? വസ്തുതകൾ നമ്മുടെ മുമ്പിലിരിക്കുക, തെളിവ് നമ്മുടെ മുമ്പിലിരിക്കുക. ഡിജിറ്റൽ തെളിവല്ലേ കയ്യിൽ? പണ്ടത്തെ പോലെ എന്തൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഇന്ന് തെളിവുകൾ കയ്യിലില്ല. ജനങ്ങളെന്താ വെറും ഉണ്ണാക്കന്മാരാണ്? ജനങ്ങൾക്ക് ബുദ്ധിയില്ലേ? സാമാന്യ മനുഷ്യരുടെ സാമാന്യ യുക്തിയെ പരിഹസിക്കുന്ന ഈ വി ഡി സതീശനെയും UDFനെയും കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കും തുടച്ചു നിൽക്കണം. നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന പിണറായിക്ക് വോട്ട് ചെയ്യുക, LDFന് വോട്ട് ചെയ്യുക.